വെനസ്വേലയുടെ പ്രസിഡന്റ് താൻ തന്നെയാണെന്ന് കോടതിയിൽ പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ ആത്യന്തിക ചുമതല വഹിക്കും താനാണ്. പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ലെന്നും പറയുന്നു. ഇത് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. മഡൂറോയെ ന്യൂയോർക്കിലെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് വേണമെന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്ന് ഇന്ത്യക്കെതിരെ കൂടുതൽ ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന് ട്രംപിൻ്റെ ഒരു അന്ത്യശ്വാസനം വന്നു കഴിഞ്ഞു. ഈ അവസരത്തിൽ മധു കൊട്ടാരക്കര സമീപം നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര അവധിയിലാണ്. കൊട്ടാരക്കരയിൽ അദ്ദേഹം ഉടനെ മടങ്ങിപ്പോകും. എന്ന് മടങ്ങിപ്പോകും മധു? ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ അവധിക്ക് ആളുകൾ ആരും വന്നാലും എന്നാ മടക്കം എന്ന് ചോദിക്കും ആദ്യം. അത് ഇതുവരെ ചോദിച്ചില്ല, താമസിച്ചു പോയി, സോറി. മടങ്ങി പോണോ വേണ്ടായോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. മടങ്ങിപ്പോണം, നമ്മളെ ഞെട്ടിക്കരുത്. നമുക്ക് വിദേശ വാർത്തകൾ വേണം അമേരിക്കയിൽ നിന്ന്. അതുപോലെ കൊട്ടാരക്കരയിലെ വല്ല ചായക്കട വല്ലതും തുടങ്ങിയോ എന്നൊക്കെ പറയുന്നു. എന്റെ തൊട്ടുപുറകെ കാണുന്നത് ആ തട്ടുകടയാണ്. നമ്മുടെ എഴുത്താണിയിലെ വെട്ടുകേക്ക് കിട്ടും, ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം കിട്ടും, ഷുഗർ കട്ട് ടീ കിട്ടും. അതെല്ലാം സമൂഹത്തിൽ നിന്നുള്ള ചായയാണ്. ഇവിടെ അപ്പുറത്ത് ബെഞ്ചുണ്ട്, അവിടെ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാൻ പറ്റും. ഇതെല്ലാം ഫ്രീ ആണോ? ചെറിയ നിരക്കുണ്ടോ? നമ്മുടെ ഇവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഫ്രീ ആണ്. അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ചെറിയ ബർത്ത്ഡേ ആഘോഷങ്ങൾക്കൊക്കെ ചെറിയ തുകയ്ക്ക് നമ്മൾ ഇത് റെന്റലായിട്ട് കൊടുക്കുകയും ചെയ്യും. നമുക്കൊരു തീരുമാനം എടുത്താലോ? അവിടെ വന്ന് കുടിച്ചിട്ട് പോകുന്നവർക്കെല്ലാം ഫ്രീ ആക്കിയാലോ? സാറ് പറയുന്ന പോലെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ചായക്കട വല്ലപ്പോഴേ തുറക്കൂ. ഓ അങ്ങനെയുണ്ടല്ലേ. ഓക്കെ. മാത്രമല്ല കട എളുപ്പം പൂട്ടാനുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞതാ. ഓക്കെ മധു, ഇനി നമ്മൾ ശരിക്കും ഈ മഡൂറോ എന്ന് പറയുന്ന പ്രസിഡന്റിനെ അമേരിക്കയിലെ ആൾക്കാരും പ്രസിഡന്റ് ഉൾപ്പെടെ സല്യൂട്ട് ചെയ്യേണ്ടതാണ്. ആ ആളിനെ പിടിച്ചാണ് ജയിലിൽ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ തലവനായിട്ടാണ് ആ ഒരു കാറ്റഗറിയിൽ വന്നതിന് ശേഷമാണ് പിടിച്ചുകൊണ്ട് പോയത്. പക്ഷേ എസ്കേനെ ഇന്ന് ഫെഡറൽ കോടതിയിൽ, ന്യൂയോർക്കിലെ മൻഹാട്ടിൽ നടന്ന ഫെഡറൽ കോടതിയിൽ മധുരയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നിരപരാധി എന്ന് അവകാശപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മാന്യനാണ്, നിരപരാധിയാണ്, അതുപോലെ എന്റെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെയും പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത് വിക്കിലീക്സിന്റെ ജൂലിയൻ അസഞ്ചിന് വേണ്ടി ഹാജരായ വക്കീലായിരുന്നു. ഈ കേസ് പിന്നീട് പരിഗണിക്കാൻ വേണ്ടി മാർച്ച് 17 മാറ്റി. പക്ഷേ മധുരയുടെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ജഡ്ജിക്ക് കൊടുത്തത്. പക്ഷെ കൂടുതൽ സംസാരിക്കുവാൻ ജഡ്ജി സമ്മതിച്ചതുമില്ല. പക്ഷേ ഈ മധുരയുടെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ നാടകീയ രംഗങ്ങളാണ് ഇന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ നടന്നത്. അമേരിക്കയുടെ തന്നെ സഖ്യകക്ഷികൾ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നടപടിക്കെതിരെ മുന്നോട്ട് വരികയും ചെയ്തു. പ്രത്യേകിച്ച് റഷ്യയും ചൈനയും ഉടൻ തന്നെ ഇദ്ദേഹത്തെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ചൈന പറഞ്ഞത് അമേരിക്ക അങ്ങനെ ലോക കോടതി ചമയാൻ നോക്കണ്ട, അതുപോലെ അതിന്റെ ജഡ്ജായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണ്ട എന്നാണ്. അതേസമയം വെനിസ്വേലയിലെ ഇടക്കാല ഗവൺമെന്റിന്റെ തലപ്പത്തേക്ക് ഡെൽസി റോഡ്രിഗോസ് പുതിയ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ എടുത്തു. അവർ മധുരയെ പിന്തുണച്ചെങ്കിലും അമേരിക്കക്കെതിരെ ഒരു പരസ്യ നിലപാട് എടുത്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്രതിപക്ഷം അധികാരത്തിൽ വരുന്നതിനെക്കാട്ടിലും ഡെൽസി റോഡ്രിഗോസ് വരുന്നതാണ് കൂടുതൽ നല്ലത്, മെച്ചപ്പെട്ട ഭരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രതീക്ഷിക്കുന്നത്. തന്നെയുമല്ല, അവിടുത്തെ ഓയിൽ മിനിസ്റ്റർ ആയിരുന്നു ഡെൽസി. അതുകൊണ്ട് തന്നെ അവിടുത്തെ എണ്ണ സമ്പത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരേ ഒരു രാഷ്ട്രീയക്കാരി ഡെൽസിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനും സാധിക്കും. ട്രംപ് ഭരണകൂടം ഈ ആഴ്ചയിൽ തന്നെ വലിയ എണ്ണ കമ്പനികളുമായിട്ടുള്ള മീറ്റിംഗുകൾ വൈറ്റ് ഹൗസിൽ സ്കെഡ്യൂളും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി മധു, നമ്മുടെ വിജയൻ ചോദിക്കുന്നു, മധു കൊട്ടാരക്കര ചേട്ടന് മുമ്പ് ഒരു ഓട്ടോ വാങ്ങി കൊടുത്തു, ആ ഓട്ടോ ചേട്ടൻ ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിക്കുന്നു. ഉണ്ടോന്ന് കഴിഞ്ഞാൽ ഓട്ടോയുമായിട്ട് സജീവമായിട്ട് നടക്കുകയാണോ, ജീവിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും SKN അശോകൻ ചേട്ടനാണ് വയനാടുള്ളത്. അദ്ദേഹം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോയ ട്രാക്കിലേക്ക് നമ്മൾ ആ ഓട്ടോയിലൂടെ തിരിച്ചു കൊണ്ടുവന്നു. നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് ഓട്ടോകൾ വാങ്ങിച്ചു കൊടുക്കാൻ മധുവിന് കഴിയട്ടെ, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കട്ടെ ജീവിതത്തിൽ, ആശംസിക്കുന്നു. താങ്ക് യു മധു കൊട്ടാരക്കര ഫ്രം കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.